നമസ്കാരം, ഞാൻ മൃണാൾ. ഈ ഭാഗത്ത് ഒരു കടയിൽ ഞാൻ പൊതുവേ വരാറില്ല, കാരണം വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് അത്, ഇവിടെ പാർക്ക് ചെയ്യാം. ദ മില്ലർ എന്ന് പറയുന്ന ഈ കടയ്ക്ക് ഒരു വലിയൊരു പ്രത്യേകതയുണ്ട്. സ്പൈസസും ഓയിലുമാണ് ഇവർ വിൽക്കുന്നത്. അതിപ്പോൾ നാട്ടിലെമ്പാട് സ്പൈസസും ഓയിലും വിൽക്കുന്ന കടകളില്ലേ. പക്ഷേ ഇവിടെ വന്നിട്ട് നമ്മൾ നേരിട്ട് കാണുന്നു. മഞ്ഞൾ. ഈ മഞ്ഞൾ എടുത്തിട്ട് അവർക്ക് കൊടുത്താൽ നമ്മുടെ മുന്നിൽ വെച്ചിട്ട് അവരത് പൊടിച്ചിട്ട് തരും. ആൽമണ്ട് എടുത്തിട്ട് അവർ ആൽമണ്ട് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്ത് തരും. എങ്ങനെയുണ്ട് പരിപാടി? രാവിലെ എഴുന്നേറ്റ് ചായ കുടിക്കാറുണ്ടോ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്ന ക്രോപ്സിലൊന്ന് ചായ എന്നറിയാം. കുടിക്കുന്നത് ചിലപ്പോൾ നല്ല അസൽ മുന്തിയ വിഷമായിരിക്കും കേട്ടോ. ഇത് 0 പെസ്റ്റിസൈഡ്സ് ആണ്. 0 സാധനമില്ല ഇതിനകത്ത്. ഇത് ആസാമെന്ന് കൊണ്ടുവന്ന ടീ ആണ്. പണ്ട് അമ്മമ്മ ഉണ്ടാക്കുന്ന പോലെ മല്ലി ചേർത്തരച്ച കറി വരുന്നില്ല എന്നൊക്കെ പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. 2 ടൈപ്പ് മല്ലിയുണ്ട് ഇവിടെ. നമ്മുടെ ഫ്ലേവറിന് പറ്റി നമുക്ക് ചൂസ് ചെയ്യാം. നല്ല കാര്യമല്ലേ? എപ്പോഴെങ്കിലും റേഷൻ കടയിൽ എവിടെയെങ്കിലും പോയിട്ട് ആട്ട എന്നല്ലാതെ പഞ്ചാബിൽ നിന്നുള്ള ആട്ട, മധ്യപ്രദേശിൽ നിന്നുള്ള ആട്ട എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇത് പഞ്ചാബിൽ നിന്നുള്ള ഗോതമ്പാണ്, ഇത് മധ്യപ്രദേശിൽ നിന്നുള്ള ഗോതമ്പാണ്. ഇതിൻ്റെ ഫ്ലേവറും ടേസ്റ്റും എല്ലാം വ്യത്യാസമായിരിക്കും. വില കൂടിയതുകൊണ്ട് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നമുക്ക് നമ്മുടെ ടേസ്റ്റിന് പറ്റുന്ന സാധനം നമുക്ക് നോക്കി മേടിക്കാം. ചോയ്സ് ഉണ്ടാവുന്ന എന്തൊരു സുഖമല്ലേ. മാത്രമല്ല ഇതും 0 പെസ്റ്റിസൈഡാണ്. ആട്ടയിലൊക്കെ പെസ്റ്റിസൈഡ് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റാണ്. നമ്മളിപ്പോൾ കുരുമുളക് പൊടിയിലോ മല്ലിപ്പൊടിയിലോ 1 കിലോയിൽ 2-3 ഗ്രാം പെസ്റ്റിസൈഡ് ഉണ്ടെന്ന് വെച്ചിട്ട് 1 കൊല്ലം കൊണ്ട് അത് കൺസ്യൂം ചെയ്യുന്നുണ്ടാവുക നമ്മൾ. പക്ഷെ ആട്ട എങ്ങനെയല്ല, 1 കിലോ ആട്ട ഒരു മനുഷ്യന് വേണമെങ്കിൽ ഒരാഴ്ച കൊണ്ടോ 4 ദിവസം കൊണ്ടോ കൺസ്യൂം ചെയ്യാൻ പറ്റും, 2 നേരമൊക്കെ ആട്ട ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. ഈ കടയുടെ പ്രത്യേകത ട്രാൻസ്പെറൻസിയാണ്. ഒരു സാധനം എവിടുന്ന് വന്നു, മധ്യപ്രദേശിൽ നിന്നാണോ, ഇടുക്കിയിൽ നിന്നാണോ, ആസാമിൽ നിന്നാണോ, എവിടുന്ന് വന്നു എന്നവരോട് ചോദിച്ചാൽ അവർ കൃത്യമായി പറഞ്ഞു തരും. ഇത് ഇന്ന സ്ഥലത്തു നിന്ന് വന്ന ഇന്ന സാധനമാണ്. പിന്നെ അവരോട് ഇതിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ട്, പെസ്റ്റിസൈഡ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളോ ചേർത്ത ടെസ്റ്റ് റിപ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും അവർ തരും. നോക്കി കണ്ട് ബോധ്യപ്പെട്ട് മേടിച്ചാൽ മതി. ഈ ക്രോപ്പെല്ലാം ആരെങ്കിലും കൃഷി ചെയ്യുന്നതാണ്, എവിടെയെങ്കിലും. മേ ബി ആന്ധ്രയിലായിരിക്കും, മേ ബി തെലുങ്കാനയിലായിരിക്കും, എവിടെയെങ്കിലും. അപ്പം അങ്ങനെ കുറേ ചോയ്സസ് ഉണ്ടാകുമ്പോഴൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മേ ബി 50 ഗ്രാം 100 ഗ്രാം വെച്ച് മേടിച്ചിട്ട് നമുക്ക് നോക്കാമല്ലോ, ഈ കറിക്ക് ഇതാ ബെസ്റ്റ്, ആ കറിക്ക് അതാ ബെസ്റ്റ്. ഇതിന് ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും, മറ്റേ ഫ്ലേവർ കൂടുതലായിരിക്കും. എനിക്ക് അങ്ങനത്തെ ചോയ്സസ് ഉണ്ടാകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു മനുഷ്യൻ പെർഫ്യൂമിന് കൊടുക്കുന്ന ചോയ്സസിൻ്റെ വില ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കൊടുക്കാറുണ്ടോ പലപ്പോഴും? പിന്നെ മറക്കണ്ട, തേയിലയോളം തന്നെ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്ന സാധനമാണ് ഏലം. ചായയിൽ ഏലക്കിയിട്ട് കുടിക്കുന്നവരില്ലേ, നല്ലോണം സൂക്ഷിച്ചോ. കൊള്ളാവുന്ന സ്ഥലത്ത് നിന്ന് നല്ലത് നോക്കി മേടിച്ചില്ലെങ്കിൽ രാവിലെ തന്നെ നമുക്ക് നല്ല പണിയാണ് നമ്മൾ തന്നെ കൊടുക്കുന്നത്. നിങ്ങൾ ഈ ഏലം കണ്ടോ? 4570 രൂപ 1 കിലോയ്ക്ക്, അതായത് ഏകദേശം 2.5 ഇരട്ടി മാർക്കറ്റ് പ്രൈസിൻ്റെ. തമാശ ഇതൊന്നുമല്ല. ഞാനിവിടെ ചോദിച്ചു, ഭയങ്കര പ്യുവർ സാധനമായിരിക്കും അല്ലേ, അതിനകത്ത് പെസ്റ്റിസൈഡ്സ് ഒന്നും ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ അവർ പറയാം, അതിനകത്ത് പെസ്റ്റിസൈഡ് ഉണ്ട്, അതിനകത്ത് പെസ്റ്റിസൈഡിൻ്റെ ട്രേസസ് ഉണ്ട്, വളരെ കുറച്ചേ ഉള്ളൂ ട്രേസസ് ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ നമ്മളതിന് ഇത്രയും പൈസ കൊടുക്കുന്നത്? അപ്പോൾ അവർ പറയാം, അത് ഇടുക്കിയിലൊരു സ്പെഷ്യൽ തോട്ടത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. സാധാരണ കിട്ടുന്ന ഏലത്തിനേക്കാളും പെസ്റ്റിസൈഡ്സ് ഭയങ്കര കുറവാണ്, പക്ഷെ എന്നാലും ഉണ്ട്. അങ്ങനെ സാധാരണ ഒരു കടക്കാരൻ പറയും, അല്ലെങ്കിൽ കടയിലെ ജോലിക്കാർ പറയും. ഇവരുടെ ഒരു തിയറി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിൽ ഉള്ള സാധനങ്ങൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് കച്ചവടം ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഞങ്ങളിതെല്ലാം ടെസ്റ്റ് ചെയ്യും, എന്നിട്ട് ഞങ്ങൾ നിങ്ങൾക്കൊരു QR കോഡ് തരും. ആ QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്തു, എന്നിട്ട് നിങ്ങൾ തന്നെ നോക്കിയോ, ഇത് ഇത്രയാണ്, അത് ഇത്രയാണ്. ഇവർ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇതിന് എന്ത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഇത് എവിടുന്നാണ് വന്നത്, എന്താ സംഭവം ഒക്കെ ഉള്ള കഥകൾ ഞങ്ങൾ പറഞ്ഞുതരാം, എന്നിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇവിടെ പൊടിക്കാം, നിങ്ങൾക്ക് പൊടിക്കുന്നത് നോക്കി നിൽക്കാം. ഞങ്ങൾ പറഞ്ഞുതരും ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഇല്ല, ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞുതരും. എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾ എന്ത് കഴിക്കണമെന്ന്. 100% ട്രാൻസ്പെറൻസി. ഇന്നത്തെ കാലത്ത് കച്ചവടത്തിലില്ലാത്തൊരു സാധനമാണ് ട്രാൻസ്പെറൻസി. അതുണ്ടാവുന്നത് ഭയങ്കര നല്ലതാണ്. QR കോഡുകൾ നോക്കിയിട്ട് നമുക്ക് പറ്റുമോ മേടിക്കാം അല്ലേ? നല്ല കാര്യമല്ലേ? ബാക്കിയുള്ള കടകളും എല്ലാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കിക്കൂടെ, എവിടെയാണ് എന്താ ഉള്ളത്, അത് എവിടുന്നാണ് വന്നത്, ഇത് പഞ്ചാബിൽ നിന്നാണ് വന്നത്, ഇത് തെലുങ്കാനയിൽ നിന്നാണ് വന്നത്, ഇതിലത് ഇത്ര പെസ്റ്റിസൈഡ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് ഇത്ര സംഭവങ്ങളുണ്ട്. ഭയങ്കര റെവല്യൂഷൻ ആയിരിക്കും.
എനിക്കിത് തുറന്നിട്ട് സ്മെല്ല് ചെയ്തപ്പോഴേ എൻ്റെ അച്ഛനെ ഓർമ്മ വന്നു. എൻ്റെ അച്ഛന് പണ്ട് ഒരാൾ കൊണ്ടു കൊടുക്കുമായിരുന്നു അയാളുടെ തോട്ടത്തിലുണ്ടാക്കിയ ഏലം. ഇങ്ങനത്തെയൊക്കെ ഏലം കാണാൻ കിട്ടാൻ തന്നെ പാടാം. ഒരുപാട് സാധനങ്ങൾ ഡിസ്പ്ലേയിൽ കണ്ടല്ലോ. അവിടുന്ന് നമുക്കിപ്പോൾ എണ്ണ എടുക്കാനുള്ളൊരു സാധനമാണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇപ്പം 100 ഗ്രാമാ വേണ്ടേ, അത് അവർ എണ്ണ നമ്മുടെ മുന്നിൽ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലത്ത് വെച്ചിട്ട് എണ്ണ എക്സ്ട്രാക്ട് ചെയ്ത് തരും. സിമ്പിൾ. ആൽമണ്ട് ഓയിലാണോ വേണ്ടത്, അതോ സൺഫ്ലവർ ഓയിലാണോ വേണ്ടത്, എന്താ വേണ്ടത് വെച്ചാൽ നമ്മുടെ മുന്നിൽ നിന്ന് അവർ ചെയ്തു തരും. നമ്മുടെ മുന്നിൽ നിന്ന് അവർ പാക്ക് ചെയ്ത് തരും. അതുപോലെ നമുക്ക് ഒരുപാട് ദൂരത്തേക്ക് ട്രാവൽ ചെയ്യാനുള്ളതെങ്കിൽ, വിമാനത്തിലൊക്കെ പോകണമെങ്കിൽ അതിനനുസരിച്ച് പാക്ക് ചെയ്ത് തരും. ഇനി അതല്ല, നമുക്ക് ആട്ടയാണ് വേണ്ടതെങ്കിൽ മധ്യപ്രദേശിൽ നിന്നോ പഞ്ചാബിൽ നിന്നോ വന്ന ഗോതമ്പ് നമ്മുടെ സൗകര്യപൂർവ്വം നമ്മൾ അവരോട് പറഞ്ഞാൽ അവരതെടുത്തിട്ട് പൊടിച്ച് ആട്ടയാക്കി തരും. അതും നമ്മുടെ മുന്നിൽ വെച്ചിട്ട് പൊടിച്ച് പാക്ക് ചെയ്ത് സീൽ ചെയ്ത് തരും. ഞാൻ വീട്ടിലെത്തിയപ്പോഴാണ് വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നത്. അതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഒരു സംഭവം എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇത് കണ്ടോ, ഇത് മില്ലറിൽ നിന്ന് മേടിച്ച വൈറ്റ് പേപ്പറാണേ. നോക്ക്, ഇത് ഇവിടെ ഉണ്ടായിരുന്ന വൈറ്റ് പേപ്പറാണ്, വേറെ കടയിൽ നിന്ന് മേടിച്ചതാണ്. വൈറ്റ് പേപ്പർ ഉണ്ടാക്കുന്നത് ബ്ലാക്ക് പെപ്പർ കോൺസിൽ നിന്ന് അതിൻ്റെ പുറത്തെ തൊലി കളഞ്ഞിട്ടാണ് വൈറ്റ് പേപ്പർ ഉണ്ടാക്കുന്നത്. ഇതിൽ തൊലി കളയുന്ന പ്രോസസ്സല്ല ചെയ്തിട്ടുള്ളത്. നമുക്ക് തൊലി കാണാം. ഇത് എന്തോ കളറടിക്കുക, ബ്ലീച്ച് ചെയ്യാൻ പറ്റുമോ ചെയ്തിരിക്കുന്നത്. ഈ വൈറ്റ് പേപ്പർ ചീപ്പൊന്നുമല്ല, ഇതിന് 1300 ചില്ലറ രൂപ കൊടുത്ത് മേടിച്ചതാ. അത് പറഞ്ഞപ്പോഴാണ് വേറെ കാര്യം ശ്രദ്ധിച്ചത്. ഇത് മില്ലറിൽ നിന്ന് മേടിച്ച സൺഫ്ലവർ ഓയിൽ. ഇത് ഇവിടെ ഉണ്ടായിരുന്ന സൺഫ്ലവർ ഓയിൽ. രണ്ടും തമ്മിൽ എന്തെങ്കിലും, മാർക്കറ്റിൽ നിന്ന് സാധാരണ കൊള്ളാവുന്നൊരു കടയിൽ നിന്ന് മേടിച്ചാൽ കേട്ടോ, വെറുതെ എവിടുന്നെങ്കിലും മേടിച്ചതല്ല. അതുപോലെ എനിക്ക് സത്യത്തിൽ ബ്രാൻഡ് നെയിം കാണിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. കാരണം ഞാനിത് റിസർച്ച് ചെയ്തപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ തന്നെയാണുള്ളത്. അപ്പോൾ ഒരു ബ്രാൻഡല്ല ഇങ്ങനെ ചെയ്യുന്നത്. നോക്ക്, ഇതും തമ്മിൽ വ്യത്യാസം നോക്കുക നിങ്ങൾ. ഒറിജിനൽ വൈറ്റ് പേപ്പർ. നമ്മുടെ കാശ് മേടിച്ച് നമുക്ക് തന്നെ പണി തരുന്ന പരിപാടിയായിട്ടിത്.